അതൊരു അപശബ്ദം. ആട്ടാപ്പൻ ചേട്ടാ പ്രതിമേനെ ചിരിപ്പിച്ച വല്ലതും കിട്ടോ? അതിപ്പം വീണുണ്ടോ? വീഴ്ത്തല്ലേ? അയ്യോ വീഴ്ത്തല്ലേ വീഴ്ത്തല്ലേ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വൃന്ദ അർജുൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നൊരു ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് നമ്മൾ പോവാണ്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ രാമോട്ടനുണ്ട്, പിന്നെ നമ്മുടെ റുദീൻ ഫോട്ടോഗ്രാഫി. അപ്പോൾ ഇവരെൻ്റെ അനിയനാണ്. നമ്മുടെ ശരിയാണ്, എല്ലാവർക്കും അറിയാം. കാരണം നമ്മൾ മറ്റേ ഈ റോഡ് ഇനാഗുറേഷന് പോയില്ലേ? യെസ്. അപ്പോൾ ഞങ്ങൾ 3 പേരും ചേർന്നിട്ട് ഇന്ന് ഫോട്ടോഷൂട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതൊരു ക്രിസ്മസ് സ്പെഷ്യൽ ഷൂട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് പോകുന്ന എവിടെയാടാ? ഇല്ല ഇല്ല, അടുത്ത ക്രിസ്മസിനൊന്നുമല്ല. കഴിഞ്ഞ പ്രാവശ്യമില്ലേ കല്യാണം കഴിഞ്ഞിട്ട് നീ ആലോചിക്കണം, കല്യാണം കഴിഞ്ഞിട്ട് കഷ്ടപ്പെട്ട് നമ്മളൊരു വയനാട് ട്രിപ്പ് പോയതാണ്. അതെന്റെ കസിന്റെ കല്യാണം എല്ലാം അതിന്റെ ഇടയ്ക്ക് വെക്കാൻ വേണ്ടി വെച്ച് പിടിച്ചതാ നമ്മള്. സമയമില്ല, ഞാൻ തിരിച്ചു പോകുന്നതല്ല. എന്നിട്ട് ആ വ്ളോഗ് ഇതുവരെ അപ്ലോഡ് ആയിട്ടില്ല. അതിന്റെ വീഡിയോ ഇപ്പൊ ഇവിടെ എന്തോ ഉപയോഗിച്ചിട്ടുണ്ട്. അല്ല അത് ക്രിസ്മസ് എന്ന് പറയാം. എനിക്ക് വരാൻ പോകുന്ന എനിക്കൊരു 4 കൊല്ലം കഴിഞ്ഞിട്ട് ക്രിസ്മസ് അല്ല. ഇല്ല ഇല്ല, ഈ ഫോട്ടോ നീ തരണം. നീ തന്നാ ഇടും. ഇല്ല, ഈ വീഡിയോ ഞാൻ ഉടൻ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഗൈസ്. ഈ വീഡിയോ ഞാൻ എന്തായാലും ക്രിസ്മസിന് തന്നെ 25th ഒരു ഡേറ്റ് ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഇല്ല കൊല്ലം ഞാൻ പറയില്ല. അപ്പൊ ഞാൻ എന്തായാലും 25th തന്നെ പോസ്റ്റ് ചെയ്തു. ഡിസംബർ 2023 ഡിസംബറിൽ പോസ്റ്റ് ചെയ്തായിരിക്കും ഗൈസ്. ഓക്കെ, അപ്പൊ നമുക്ക് വേഗം തന്നെ ഫോർട്ട് കൊച്ചിയിലേക്ക് പോകണം. അപ്പൊ നമുക്ക് സമയമില്ല, കാരണം ഇപ്പൊ ഈ ഔട്ട്ഫിറ്റ് ഒക്കെ ഇപ്പൊ ഈ വന്ന വഴിക്ക് എടുത്തതാ കേട്ടോ. പെട്ടെന്ന് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു ഷൂട്ടാണ്. കാരണം ഞാൻ ഇന്നലെ പ്ലാൻ ചെയ്ത് ഇവനെ വിളിച്ചു പറഞ്ഞു. അപ്പൊ രാമുട്ടൻ വന്നപ്പോഴാണ് നമ്മൾ ആലോചിക്കണം, ഓക്കെ എന്നാൽ വേഗം തന്നെ രാമുട്ടനെ വെച്ചിട്ട് ഒരു ഷൂട്ട് ചെയ്യാൻ, രാമുട്ടനെ പുതിയ മുടിയൊക്കെ കാണിച്ചിട്ട്. അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്തതാണ്. അപ്പൊ എന്റെ ഡ്രസ്സ് ഞാൻ വേഗം തന്നെ ഇന്നലെ പോയി തുണിയൊക്കെ എടുത്തിട്ട് നെഞ്ചോ അമ്മായിക്ക് എൻ്റെ അമ്മായിക്ക് കൊണ്ട് കൊടുത്തു. അപ്പം അമ്മായി അത് തയ്ച്ച് കഴിഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അപ്പം എൻ്റെ ഡ്രസ്സ് കയ്യിലുണ്ട്. ഇനി നമുക്ക് വേഗം റെഡി ആകണം. അപ്പോൾ പോകുന്ന വഴിക്ക് റെഡിയാകാം എന്നാണ് വിചാരിച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ വേഗം നിങ്ങൾ റെഡി ആവട്ടെ. ഇല്ല, അതൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് ചെയ്യാം. ഇപ്പൊ ഫസ്റ്റ് ഒന്ന് ബേസിക്. ഇല്ല 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 ഇല്ല, അത് ഞാൻ പ്രോയാണ് ഗൈസ്. നോ ഗൈസ്, ഞാൻ പ്രോയാണ് ഗൈസ്. അപ്പൊ ഞാൻ തന്നെ ആദ്യം വിചാരിച്ചു നമുക്ക് ശീലിച്ചിട്ടനെ കൊണ്ട് മേക്കപ്പ് ചെയ്യാന്ന്. പക്ഷെ അവിടെ വരെ പോകുന്നതൊട്ടും പോസിബിൾ അല്ലാത്തതുകൊണ്ട് നമുക്ക് ഇപ്പൊ തന്നെ വേഗം തന്നെ എങ്ങനെയെങ്കിലൊക്കെ റെഡി ആയിട്ട് വേഗം തന്നെ ഷൂട്ട് ചെയ്യാം ഗൈസ്. കാരണം ഇന്ന് ചെയ്തില്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല, കാരണം ഇന്ന് 23rd ആയി. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് വേഗം റെഡി ആകാം. അപ്പൊ ഗൈസ്, ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് മമാഅർത്തിന്റെ ഒരു CC സെറം പ്ലസ് ഫൗണ്ടേഷൻ ആട്ടോ. അപ്പൊ ഞാൻ ലാസ്റ്റ് 3 days ബാക്ക് ആണ് ഞാൻ ഹൈഡ്ര എന്തായാലും പറയുന്നത് ഹൈഡ്രാ ഫേഷ്യൽ ചെയ്തത്. അപ്പോൾ ഒരുപാട് കോസ്മെറ്റിക്സ് യൂസ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്ന് ജസ്റ്റ് നമ്മുടെ മമാഅർത്തിന്റെ ഒരു CC സെറം ആണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല CC ക്രീം പ്ലസ് സെറം വന്നിട്ടുള്ള പ്രൊഡക്റ്റ് കണ്ടിട്ടില്ല. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് സെറം പ്ലസ് CC ക്രീമിന്റെ എഫക്റ്റ് വരുന്ന ഒരു ക്രീമാണ് കേട്ടോ. ഐ മീൻ ആ ഒരു സെറം ആണ് കേട്ടോ. അപ്പോൾ ഞാൻ അതാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു പ്രൈമർ അപ്ലൈ ചെയ്യാം, കാരണം നമുക്ക് ഷൂട്ട് ഉള്ളത് കൊണ്ട് തന്നെ പ്രൈമർ അപ്ലൈ ചെയ്യാം ഗൈസ്. നമുക്കപ്പോൾ വേഗം തന്നെ റെഡി ആകണം. ഫോട്ടോ വെച്ച് എത്രയും മുന്നേ നമുക്ക് റെഡി ആവണം ഗൈസ്. അല്ല, പയ്യെ യൂട്ടേൺ എടുക്കണം കേട്ടോ, ക്യാമറ മറിഞ്ഞു പോകരുത്. ഓക്കെ ഓക്കെ ഓക്കെ, അത് ഇവിടെ കുറച്ചേരം നിർത്തിയിടുവോ? ഇവിടെ നല്ല തണല്. എവിടെ 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 വീഡിയോ എടുക്കുമ്പോ ഓക്കെ ഗൈസ്, അപ്പൊ മമാഅർത്തിന്റെ CC സെറം ആണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു 3 to 4 ഡ്രോപ്സ് എടുത്ത് സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യാണ്. ആൻഡ് എനിക്ക് കുറച്ച് ഡാർക്ക് സർക്കിൾസ് ഉള്ളതുകൊണ്ട് ഞാൻ കണ്ണിൻ്റെ ഭാഗത്ത് മാത്രം കുറച്ച് കട്ടിക്കിടുക കേട്ടോ. അപ്പോൾ ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് വൈറ്റമിൻ C ആൻഡ് ഹൈലൂറോണിക് ആസിഡ് ആണ്. അപ്പോൾ ഇത് നമുക്ക് ഇൻസ്റ്റന്റ് ഗ്ലോ തരികയും കൂടാതെ സ്കിന്നിനെ നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ആക്കി വെക്കുന്നു. മെയ്ഡ് സേഫ് സർട്ടിഫൈഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി യൂസും ചെയ്യാം കേട്ടോ. കോസ്റ്റ്യൂം എന്തായാലും ചേഞ്ച് ചെയ്യണം. അത് നമുക്ക് അവിടെ അടുത്ത് പോയിട്ട് ചേഞ്ച് ചെയ്യാം അല്ലേ? അല്ലേ? ഓക്കെ, എന്തായാലും ഫേസ് റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ കോസ്റ്റ്യൂം നമുക്ക് വല്ല മെട്രോ സ്റ്റേഷന്റെ വാഷ്റൂം. അല്ല, നമ്മൾ ട്രാവൽ ചെയ്ത് ഫോട്ടോഗ്രാഫി ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തായാലും ഇങ്ങനെ പറ്റുള്ളൂ. പോണ
വഴിക്ക് നമ്മൾ മെട്രോ സ്റ്റേഷനിൽ കയറി മാറുന്നു. അപ്പൊ ഈ മേക്കപ്പ് തീരുമ്പോ അടുത്തുള്ള മെട്രോ സ്റ്റേഷൻ ഏതാണോ അവിടെ പോയിട്ട് നമ്മൾ ഡ്രസ് മാറുന്നു. യെസ് ഓഫ് കോഴ്സ്. സോ ഗൈസ്, അപ്പൊ ബേസ് മേക്കപ്പ് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പൊ ബേസ് മേക്കപ്പ് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇനി കണ്ണെഴുതട്ടെ. ആൻഡ് ലിപ്സ്റ്റിക്കും ബ്ലഷും ഞാനിപ്പോ ബ്ലഷിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് മമാഅർത്തിന്റെ തന്നെ ഒരു ടിന്റ് ആണ് കേട്ടോ. അപ്പൊ ആ ടിന്റ് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കാരണം നമ്മുടെ യഥാർത്ഥ പിങ്ക് കളർ ഷെയ്ഡ് പോലെ തന്നെ ഇരിക്കും. ഞാൻ കാണിച്ചു തരാം. സോ ഞാൻ മമാഅർത്തിന്റെ നാച്ചുറൽ ലിപ് ചീക്ക് ആൻഡ് ഐ ടിന്റ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് 3 ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ് കേട്ടോ, ബീട്രൂട്ട്, റോസ് ആൻഡ് കോക്കോ. അപ്പോൾ ഇതൊരു മൾട്ടിപർപ്പസ് ടിന്റ് ആണ്. അപ്പോൾ ഞാനിത് ലിപ്പിലും ചീക്കിലും ആൻഡ് ഐലിട്ട് കാണിച്ചു തരാം. സോ ഇതിന് ലിപ്പിൽ എന്തായാലും ഒരു ലിപ്സ്റ്റിക്കും കൂടെ എന്തായാലും അപ്ലൈ ചെയ്യും, കാരണം നമ്മൾ ഷൂട്ടിന് പോകുമല്ലേ, അപ്പോൾ കുറച്ചുകൂടെ ഡാർക്ക് ആയിട്ടിരിക്കണമല്ലോ. ആൻഡ് ഇതിനകത്തൊരു മിറർ പാക്കേജിങ് വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഞാൻ ട്രാവൽ ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് നമുക്കൊരു മിററിൻ്റെ ആവശ്യമില്ല കേട്ടോ. മാത്രമല്ല ഇതും മെയ്ഡ് സേഫ് സർട്ടിഫൈഡ് ആണ്. സോ ഡെയിലി യൂസിന് നമുക്ക് എന്തായാലും പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് കൂടെയാണിത്. ഓക്കെ ഗൈസ്, അപ്പം നമുക്കിനി വേഗം കണ്ണെഴുതി ബാക്കിയുള്ള പരിപാടീസ് ആൻഡ് ഹെയർ ഞാൻ ഇങ്ങനെ തന്നെ ഇടുന്നുള്ളൂ. ആൻഡ് ഓൾസോ നമ്മളിവിടെ അടുത്തുള്ള ഒരു മെട്രോ സ്റ്റേഷനിൽ കയറിയിട്ട് നമുക്ക് വേഗം ഡ്രസ്സും ചേഞ്ച് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ അത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് വേഗം വരാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിതാ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കോസ്റ്റ്യൂം ഇതാണ്, ഇങ്ങനെ പഫ് സ്ലീവ് വെച്ചിട്ട് ഒരു ബോഡിക്കോൺ ഡ്രസ് ടൈപ്പാണ് കേട്ടോ ഡ്രസ്സ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ സൈസ് ഉള്ള പിക്ക് ഞാൻ എന്തായാലും പുറത്തിറങ്ങിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ മമാഅർത്തിൻ്റെ ഞാൻ യൂസ് ചെയ്ത 2 പ്രൊഡക്റ്റും ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക, പർപ്പിളിൽ അവൈലബിൾ ആണ്. കൂടാതെ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. ആൻഡ് മമാഅർത്തിൻ്റെ സ്റ്റോഴ്സിലും പിന്നെ നിങ്ങളുടെ അടുത്തുള്ള ലൊക്കേഷൻസിലൊക്കെ ഉണ്ട്. സോ ഡു മെസ്സേജ് മീ ഓർ കമന്റ് ഡൗൺ ബിലോ വെൻ യു ഫൈൻഡ് എ മമാഅർത്ത് സ്റ്റോർ നിയർ യു. അപ്പോൾ മമാഅർത്തിൻ്റെ പ്ലാൻ ഗുഡ്നെസ് ഇനീഷ്യേറ്റീവിൻ്റെ ഭാഗമായി നിങ്ങൾ ഓരോ തവണയും അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ അവർ നിങ്ങളുടെ ഓർഡർ ഒരു ട്രീയുമായി ലിങ്ക് ചെയ്യും. അങ്ങനെ ബൈ 2025 ആകുമ്പോൾ മമാഅർത്ത് ഈസ് എയിമിംഗ് ടു പ്ലാൻ 1 million trees. അപ്പോൾ എൻ്റെ കൂപ്പൺ കോഡായ വൃന്ദ 2023 യൂസ് ചെയ്ത് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 20% ഓഫ് ഉണ്ടാവും. അപ്പോൾ പ്രൊഡക്ട്സ് ഞാൻ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ടാഗ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് നേരെ ഫോർട്ട് കൊച്ചിയിലേക്ക് പോയിട്ട് ഷൂട്ട് ചെയ്യാം. നമ്മൾ ഫോർട്ട് കൊച്ചി പ്രിൻസസ് സ്ട്രീറ്റിലാണ് പിക്സ് ഒക്കെ എടുക്കാൻ വന്നത്. അപ്പോൾ അവിടെ ജെട്ടി റെസ്റ്റോറൻറ്റ് ഫ്രണ്ടിൽ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ മെയിൻ സ്പോട്ട് ഇവിടെ. അപ്പോൾ ഈ ഒരു സ്പോട്ടിൽ വെച്ചിട്ട് ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് കരോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാമുണ്ട് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ആ കരോളുകാരുടെ ഇടയിൽ നിൽക്കുക, അപ്പോൾ നല്ല ഫോട്ടോസ് കിട്ടുമെന്ന്. സോ ഞാൻ അതിൻ്റെ ഇടയിൽ കയറിയിട്ട് പിക്സ് എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവർ ബാൻഡുകളൊക്കെ തുടങ്ങി കേട്ടോ. പിന്നെ കുറച്ചു നേരത്തേക്ക് ഞാനായിരുന്നു അവരുടെ സാന്താക്ലോസ്. അവരുടെ കൂടെ നടുക്ക് നിന്നിട്ട് കുറച്ചു നേരം ഇങ്ങനെ ഡാൻസ് പോലെയൊക്കെ ചെയ്തു. പിന്നെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇടയിലിടയിൽ പോസ് ചെയ്ത് കൊടുത്തു കേട്ടോ. ദെൻ റഷൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ആ റെസ്റ്റോറൻറ്റ് ഫ്രണ്ടിൽ വെച്ചിട്ട് കുറച്ച് പിക്സൊക്കെ എടുത്തു. നമ്മൾ ആക്ച്വലി ഇവിടെ എത്തിയപ്പോൾ കുറച്ച് നേരത്തെ ആയി പോയിട്ടോ. അതായത് നമുക്കൊരു ക്രിസ്മസ് വൈബുള്ള ഫോട്ടോസ് കിട്ടണമെങ്കിൽ മിനിമം ഒരു 5 മണിയോ 6 മണിയോ ആവണം. 6 മണി ആയാലും ഇവിടുത്തെ ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട് അത്യാവശ്യം നല്ല വൈബ് കിട്ടുള്ളൂ. കുറച്ച് നേരത്തെ വന്നതുകൊണ്ട് ആ ഒരു രാവിലത്തെ മൂഡായിപ്പോയി കുറേ ഫോട്ടോസ് എടുത്ത്. ദെൻ നമ്മൾ 6 മണി വരെ വെയിറ്റ് ചെയ്തു. ആൻഡ് അതിൻ്റെ ഇടയ്ക്ക് ഞാനും രാമുണ്ടും കൂടെ അപ്പുറത്ത് നമ്മുടെ പ്രിൻസസ് സ്ട്രീറ്റിൻ്റെ അടുത്തുള്ള സ്ട്രീറ്റിലൊക്കെ പോയിട്ട് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ഹലോ ഹലോ ഹേയ് ഹായ്. നിന്റെ പേരെന്നാ? ലോറ. ലോറ. ഏ ലോറ. 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 ലോറക്ക് പേടിയാ? ലോറക്ക് പേടിയാ? ഏ ലോറ. കൊള്ളാലടാ ലോറ. എടാ എടാ അതിനെ പേടിപ്പിച്ച് പറഞ്ഞേക്കുന്നത്. അതാ ഫോട്ടോ എടുക്കാൻ കഷ്ടപ്പെടുന്ന നമ്മുടെ ക്യാമറമാൻ. അപ്പോൾ ടൈം ഇങ്ങനെ കൂടും തോറും അവിടെ ഇങ്ങനെ ഫോട്ടോസ് എടുക്കാൻ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഇപ്പുറത്ത് മറ്റേ റെയിൻ ട്രീ ലോഡ്ജിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് എൻ്റെ കുറച്ച് സിംഗിൾ പിക്സ് എടുത്തു കേട്ടോ. ഫോട്ടോഷൂട്ട് അവിടെ എല്ലാവരും 2 സൈഡ് ആൾക്കാരുണ്ട്. ഇവിടെ അതൊരു ഫാമിലി ഉണ്ട്. അരമണിക്കൂറെല്ലാം കാത്തുനിന്നിട്ട് ഇപ്പോൾ ഒരു സ്ഥലം കിട്ടും ഒരാൾക്ക് ഷൂട്ട് ചെയ്യണമെങ്കിൽ. അത്രക്ക് ഡിമാൻഡാന്ന് കേട്ടോ ഫോട്ടോ വെച്ച്. ഇപ്പോൾ ഗൈസ് എന്നെ പുറത്താക്കിയിരിക്കുകയാണ്. ഇതിന്റെ ആവശ്യമൊന്നുമില്ല, അത് കപ്പിൾ ഷൂട്ട് തന്നെയാണ്. എന്ത് പറ്റിയേട്ടാ? വാട്ടാപ്പൻ ചേട്ടാ ഈ പ്രതിമേനെ ചിരിപ്പിച്ച വല്ലതും കിട്ടോ?
അല്ല ബോഡി ഇങ്ങോട്ടോ ഹെഡ് മാത്രം അങ്ങോട്ട്, മുടി ഇങ്ങോട്ട്. എനിക്ക് ഈ സൈഡിൽ കൂടി മുടി കാണാം. കിട്ടിയാ മതിയാ? ആ പെമ്പിള്ളേരൊക്കെ നോക്കി കളിയാക്കുന്നുണ്ട് കേട്ടാ, ചിരിക്കണ്. എല്ലാരും നോക്കി കളിയാക്കുന്നുണ്ട്, വേഗം വെട്ടിക്കോ. പെമ്പിളൊക്കെ നോക്കി ചിരിക്കണേ, എന്താ കുളിക്കാത്തന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടാ. പെമ്പിളേരൊക്കെ നോക്കുന്നുണ്ട് ഗൈസ്, രണ്ട് പെമ്പിളേരൊക്കെ അവിടെ നിന്ന് നോക്കുന്നുണ്ട് ഗൈസ്. എന്തോന്ന് ഓ മാൻ മാൻ ഭയങ്കര നീളം വെച്ച പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. യു ആർ ഓൾറെഡി ടോളർ. ഓക്കെ യെസ്, താങ്ക് യു. സോ ഡേ ലൈറ്റിൽ ഫോട്ടോ എടുത്ത് മടുത്ത് ഞങ്ങൾ ഇനി ഒരു 6:37 ആവാൻ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. കാരണം വേറൊന്നുമല്ല, ഇനി അവിടെ ലൈറ്റ്സ് വരും, അപ്പോഴാണ് നമുക്ക് ശരിക്കും ക്രിസ്മസിൻ്റെ ഒരു വൈബ് കിട്ടുക. സോ ലൈറ്റ് തെളിയുന്ന വരെ നമ്മളിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കരോളൊക്കെ കണ്ട് നടക്കുകയാണ്. അളിയാ വായിക്കി അങ്ങനെ പറയല്ലേ. ആ കമ്മോ അതൊരു അപശബ്ദം. അതെന്താണ് കൈ? ഏതാണ്? ആരാധികയുടെ തുടക്കൂലേ ഒരു ദിവസം പൂക്ക് എടുക്കാഞ്ഞിട്ടാണ്. എന്തിനാ വെറുതെ തന്നെ വഴക്ക് പറയണത് കാര്യത്തില് ചിരിക്കണത്? അത്ര നേരം വഴക്ക് പറയണായിരുന്നു ഗൈസ്. വീഡിയോ എടുക്കാനുണ്ട്, ഞാൻ എടുത്ത ഫോട്ടോ ഒക്കെ നോക്കിയിരിക്കണുണ്ട്. അതേ കുട്ടികളാണ് ഗൈസ്. അപ്പൊ നമ്മളിതാ ഷൂട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഞാൻ ഓടിക്കാന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ഓടിപ്പിക്കുന്നില്ല ഗൈസ്. നോക്കൂ, ഇപ്പോഴാണ് ഫോട്ടോ വെച്ച് കളറായത്. നമ്മൾ കുറച്ച് നേരത്തെ വന്നതുകൊണ്ട് ഈ കളർ ഫോട്ടോസ് നമുക്ക് കിട്ടില്ല. മാത്രമല്ല ഇവന് വർക്കിന് പോകണല്ലോ, അപ്പൊ നമ്മള് മാക്സിമം നേരത്തെ വന്ന് നേരത്തെ എടുത്ത് പോകാന്ന് വിചാരിച്ചു. പക്ഷെ നമ്മൾ എത്ര നേരത്തെ വന്നാലും ഒരു ആംബിയൻസ് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ ഈ ലൈറ്റ് ഒക്കെ വന്നപ്പോ കുറച്ച് സെറ്റാക്കി ഇപ്പൊ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. കുഴപ്പമില്ല, അത്യാവശ്യം. നിനക്ക് തൃപ്തിയായില്ലേടാ ക്യാമറമാന്? അത്ര തൃപ്തിയായിട്ടില്ല ക്യാമറമാന്, തൃപ്തിയായിട്ടില്ല ഗൈസ്. ഇവന് ഒരു 1000 ഫോട്ടോയെങ്കിലും ഒരു ഷൂട്ടിന് എടുക്കണം എന്നാണ് ഇവന്റെ ഒരു രീതി. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് നെക്സ്റ്റ് ടൈം നന്നാക്കാം. സന്തോഷിക്കട്ട് ചിരിക്കങ്ങട്. എന്താ അയ്യോ, ഈ മുഖം കൂടെ ഉണ്ടായിരുന്നു അതിനകത്ത്. ഈ മുഖം കൂടെ ആകെ അവന് സന്തോഷം കിട്ടിയ എങ്ങോട്ടാ പോകേണ്ട ചക്രവ്യൂഹത്തിൽപ്പെട്ട അവസ്ഥയിലാണ് ഞാനുണ്ട്. അതെ, ഇനി സ്ഥലങ്ങളൊക്കെ പഠിക്കണം, ഫോട്ടോ വെച്ചിട്ട് സ്ഥലങ്ങളൊക്കെ പഠിക്കണം. കൊച്ചിയിലാണ് നിൽക്കാൻ പോകുന്നത് ഗൈസ്. നിങ്ങൾ കൊച്ചിയിലാണ് നിങ്ങൾ നിൽക്കാൻ പോകുന്നത്. അയ്യാ ഓക്കെ ഗൈസ്, സോ വി ആർ ലീവിംഗ്. കൊച്ചി കാർണിവലിൽ എന്തായാലും വരത്തില്ലേ? കൊച്ചി കാർണിവൽ എന്തായാലും നമ്മൾ വരും കേട്ടോ. അത് നമ്മൾ 31st 31st മുതലാണ്. 31st 1-ാം തീയതി അല്ലേ? 1-ാം തീയതി അല്ലേ? 1-ാം തീയതി ആണ് കേട്ടോ, ന്യൂ ഇയറിന്. 31st മുതലുണ്ട്. നീയാ കൊച്ചിക്കാരി? അല്ല, കൊച്ചിൻ കാർണിവൽ എപ്പാന്ന് അറിയാതെ 1-ാം തീയതി ആണെന്ന് അറിയാം. 31-ാം തീയതി ആണോന്നൊരു ചെറിയൊരു സംശയം. നോക്ക് ഗൈസ്, എന്തോരം കളർഫുൾ ലൈറ്റ്സുകളാണ്. അല്ല, മൊത്തത്തില് ലൈറ്റ് കേട്ടാ റോഡിലൊക്കെ. എനിക്ക് ക്രിസ്മസും ന്യൂ ഇയർ ഒക്കെ ആയാലും ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ലൈറ്റ്സ് ആണ്. ഐ ലവ് ലൈറ്റ്സ്. കണ്ടാ ആ വീടൊക്കെ നോക്ക്. ഗൈസ്, എനിക്ക് ഇവിടെ വന്നത് ഭയങ്കര ആഗ്രഹമാണ്. ഇതില് കേറാം. കേറിയിട്ട് മനസ്സിലുണ്ടല്ലോ എന്റെ മോനെ, ഇതിനെന്ത് ഫാസ്റ്റ് ആണ് ഈ ആകാശൂഞ്ഞാലക്ക്. ആകാശൂഞ്ഞാലല്ലേ ഇത്? തൊട്ടിലല്ലേ? തൊട്ടില. അപ്പൊ ഊഞ്ഞാലാണ് അതിനേക്കാളും ആകാശൂഞ്ഞാല. ഗൈസ്, നമുക്ക് ഇവിടെ വരാട്ടോ. ഗലാഡി ഫോർട്ട് കൊച്ചി, ആ പ്രോഗ്രാമിൽ നമുക്ക് വരാം. അങ്ങനെ നമ്മൾ രാമുണ്ടെ തള്ളൊക്കെ കേട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ഗൈസ്. അപ്പോൾ ഫോട്ടോസൊക്കെ ഞാനിതിൽ ആഡ് ചെയ്തേക്കാം. അപ്പോൾ ഇപ്പോഴത്തേക്ക് ടാറ്റ ബൈ ബൈ.